യെസ്. അപ്പോൾ നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കിടക്കുവാണ്. റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. അത് ഓൾറെഡി അജ്മലിനകത്ത് കിടപ്പുണ്ടേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താലും മതി. ശരി ശരി. ഉം. ഇതിപ്പം നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു എന്താണ് പറയുക, ഡെഫിനിഷനോ? ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ എന്ന് പറയുന്നത് വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് ആണ്. അഥവാ നമ്മൾ അൺറിയലിലേക്ക് ഗെയിം പ്ലേയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ പഠിച്ച മൊത്തം വിഷ്വലൈസേഷൻ ആണ്. അഥവാ ഒരു ഫോട്ടോ വീഡിയോ ഔട്ട്പുട്ട് എടുക്കാനാണ്. ഓക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിച്ചില്ല. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിയൽ ടൈമിൽ റൺ ചെയ്യുന്നതല്ലേ. അപ്പൊ റിയൽ ടൈമിൽ റൺ ചെയ്യുന്ന സമയത്ത് ഡൈനാമിക്കലി ആക്ഷൻസ് നടക്കുന്ന, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഉള്ളത്, അല്ലെങ്കിൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സുകളെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യേണ്ടി വരും. അഥവാ അതിന്റെ മെക്കാനിസം എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഗെയിം പ്ലേയുടെ സമയത്ത്. ഓക്കെ അപ്പൊ അത് നമുക്ക് കോഡിങ്ങിലൂടെയാണ് നമ്മൾ പറയുന്നത്. കോഡിങ് അറിയാത്ത ഒരാൾക്ക് വിഷ്വലി അതിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഷ്വൽ സ്ക്രിപ്റ്റിങ്ങിന് ബ്ലൂ പ്രിന്റ്സ് എന്നൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്ലൂ പ്രിന്റ്സ് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഏതാ മെറ്റീരിയലിൽ നമ്മൾ നോഡ് കണക്ട് ചെയ്യുന്നത് ബ്ലൂ പ്രിന്റ്സ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ അതിന് ബ്ലൂ പ്രിന്റ്സിന് പറയാതെ നമ്മൾ അതിന് നോട്ട് ബേസ്ഡ് കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോട്ട് ബേസ്ഡ് മെറ്റീരിയൽ ക്രിയേഷൻ എന്ന് പറയുന്നത് സാധനം ബ്ലൂ പ്രിന്റ് തന്നെയാണ്. ഓക്കെ ഓക്കെ. അതിൽ 2-3 ടേംസ് കൂടെ വ്യത്യാസം വരും. ഒന്നെന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ്സിന് ഒരു സ്പെസിഫിക് ലോജിക് ഉണ്ട്. എപ്പോ, എങ്ങനെ, എന്ത് എന്ന് പറയുന്ന ലോജിക്ക്. വെന്, വോട്ട്, ഹൗ നമ്മൾ പറയും. ഇത്രയും സാധനങ്ങളൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ സ്ഥിരം ഒരു സാധനത്തിലേക്ക് ഷോക്കേസ്, ഒരു സർഫസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡേറ്റാസ് കാണിച്ചോണ്ടിരിക്കുമല്ലേ അല്ലേ. പക്ഷെ ബ്ലൂ പ്രിന്റ്സ് എന്ന ലോജിക്കിലേക്ക് പോകുമ്പോൾ ആ ഡേറ്റ എപ്പോ എങ്ങനെ കാണിക്കണമെന്നുള്ളത് നമ്മൾ ലോജിക്കലി പറയും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഡോറ്. ഓക്കെ. അപ്പൊ ഈ ഡോറിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഡോർ തുറക്കുക, പുറത്തിറങ്ങിയാൽ അടയുക. ഓക്കെ. ഇതായിരുന്നു ഞാൻ അജ്മലിന് ആദ്യം എടുത്ത ടോപ്പിക്ക്. ഇതൊരു സിമ്പിൾ ബ്ലൂ പ്രിന്റ് ആണ്. ഓക്കെ. ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പഠിക്കണം? കുറച്ച് കോർ ഫണ്ടമെന്റൽസ് പഠിക്കണം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ മെറ്റീരിയൽസ് പഠിപ്പിച്ചപ്പോൾ എടുത്തൊരു ടോപ്പിക്കിലേക്ക് തിരിച്ചു പോവാണ്. ഏതാ? വേരിയബിൾസ്, മെമ്മറി. മെമ്മറിയാണ് അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പല ടൈപ്പ് ഓഫ് മെമ്മറി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ സിസ്റ്റത്തിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. കോണ്ടന്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, ഒരു മെമ്മറിയാണ്. മെമ്മറിക്കകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്. അതാണ് ഡേറ്റ ടൈപ്സ് അല്ലേ. അതിനകത്ത് ഫ്ലോട്ട് കാണും, പിന്നെ ബൂലിയൻ കാണും, ടീച്ചർ കാണും, വെക്ടർ കാണും, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡേറ്റാസ് കാണും. ഫോട്ടോ, വീഡിയോ എന്ന് പറയുന്ന പോലെ. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. ആ സെയിം കോൺസെപ്റ്റ് ഒന്നുകൂടെ ഞാൻ എടുക്കുവാണ്. അപ്പം നമുക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 ഡേറ്റ കാണാൻ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ഒരു മെമ്മറി ഉണ്ടാക്കി, എ എന്ന് പേര് കൊടുത്തു. ആ മെമ്മറിയിലെ ഡേറ്റ ഞാൻ കൊടുക്കുവാണ് ഫ്ലോട്ട് അല്ലേ. ഫ്ലോട്ട് എന്ന് പറഞ്ഞ മെമ്മറി എന്താണ്? നമുക്ക് പോയിന്റ് വാല്യൂസ് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇതാണ് നമ്മുടെ മെറ്റീരിയലിലെ എന്ത്? കോൺസ്റ്റന്റ്. ഓർമ്മയുണ്ടല്ലോ? ഇതിന് മുമ്പ് പോകുന്നതിന് മുമ്പിൽ ചെറിയൊരു ഡൗട്ട്. നമ്മളിപ്പോൾ ഈ ഡോറ് ഓപ്പണിങ് കാണിച്ചല്ലേ, അപ്പോൾ ഇതിൻ്റെ ഈ എന്താണ് പറയുക, ഹിഞ്ചസ് ഒക്കെ ഇല്ല. ഇപ്പോൾ ഡോറായി കഴിഞ്ഞാലും എല്ലാത്തിൻ്റെ ഒരു പിവോട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് 3ds Max എന്നാണോ അതോ അൺറിയൽ? കറക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല. നമുക്ക് ബ്ലൂ പ്രിന്റ്സ് വഴി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് അത് നമുക്കൊരു മാറ്റർ അല്ല. പക്ഷെ ബ്ലൂ പ്രിന്റ്സ് നല്ലോണം അറിയാത്ത ഒരാൾക്ക് അത് മാറ്റർ ആണ്. അയാൾ 3ds Maxൽ പോയി ചെയ്യേണ്ടി വരും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നമില്ല. അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കിയ എ എന്ന് പറയുന്ന മെമ്മറിയിലെ ഡേറ്റ ഫ്ലോട്ടാണ്, കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പോയിന്റ് വാല്യൂ സേവ് ചെയ്യാം. അതേപോലെ ഞാൻ ഡേറ്റ മാറ്റി ഇൻറ്റീജർ ആക്കി. ഇൻറ്റീജർ എന്ന് പറയുന്നത് അറിയാം, നമുക്കിനി റൗണ്ടഡ് വാല്യൂസ് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. പോയിന്റ് വാല്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇതേപോലെ നമ്മൾ ഡേറ്റ നോക്കിയത് ബൂലനാണ്. ബൂലൻ എന്ന് പറയുന്ന ഒരു എസ് ഓർ നോ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലേ. ട്രൂ ഓർ ഫോൾസ്. ഇൻഡ് ഇല്ല, അഥവാ ഇല്ലെങ്കിൽ 0 വരും, ഉണ്ടെങ്കിൽ 1 വരും. അറിയാലോ. അത് ഇതേപോലെയാണ് നമ്മുടെ എന്ത്? സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും എൻ്റർ ചെയ്യാൻ പറ്റുന്ന മെമ്മറി സ്ലോട്ടാണ്. പിന്നെ ഉള്ള നമ്മുടെ ഇമ്പോർട്ടന്റ് നമ്മുടെ വെക്ടർ ആയിരുന്നു. വെക്ടർ എന്ന് പറയുമ്പോൾ എക്സിലും വൈയിലും സെറ്റിലും, അഥവാ 3 ടൈപ്പ് ഫ്ലോട്ട് ഡേറ്റാസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന
ഒരു ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ് വൈ സെഡ് എന്നും പറയാം, RGB എന്നും പറയാം. ഇതാണ് നമ്മളെ കോൺസ്റ്റന്റ് 3 വെക്റ്റർ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയലിൽ. ഓക്കെ, മെറ്റീരിയലിലേക്ക് പോകുമ്പോൾ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വന്നതേ ഉള്ളൂ. ഡേറ്റ ടൈപ്സ് ഇത് തന്നെയാണ്. അതിൽ നമ്മൾ സ്വിച്ച് ഉപയോഗിച്ചില്ലേ മെറ്റീരിയലിൽ? സ്വിച്ച് എന്താണ്? ബൂലിയനാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പം ഈ ഡേറ്റ ടൈപ്സ് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ കാൽക്കുലേറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും വന്ന് പ്ലേ അടിച്ചു കഴിഞ്ഞാൽ, അഥവാ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്യണം എന്ത്? കാൽക്കുലേറ്ററിൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ. ഓക്കെ, അതാണ് നമ്മൾ ആദ്യത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റിംഗ് ടാസ്ക്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 മെമ്മറി വേണം. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ലെവൽ ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. ഓപ്പൺ ലെവൽ ബ്ലൂ പ്രിൻ്റ്. ഓപ്പൺ ലെവൽ ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു ഡോർ ഇരിക്കൂലേ? ഈ ഡോർ ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്ലൂ പ്രിൻ്റ് ആണെന്ന് എനിക്ക് പറയാം. കാരണം നമ്മൾ C++ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ C++ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പം ഈ ലെവലിൽ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് നടക്കണമെന്ന് എനിക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യാം. ഇനി ഈ ലെവലിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് ഇൻഡിവിജ്വലി എന്ത് ചെയ്യണമെന്നും എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പം ഞാൻ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഈ ലെവലിൽ മൊത്തത്തിൽ എന്ത് നടക്കുമെന്നും ഈ ലെവലിനകത്തുള്ള ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അതാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിനകത്തും എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യും, മൊത്തത്തിലുള്ള ലെവലിലും എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ മൊത്തത്തിലുള്ള ലെവലിലാണ്. അഥവാ ഈ ലെവലിൽ നോ മാറ്റർ ഈ ലെവൽ ആരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക നടക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ ലെവൽ ബ്ലൂ പ്രിൻ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ബ്ലൂ പ്രിൻ്റിൽ പോകും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡോറിനെ ബാധിക്കണമെന്നില്ല. മനസ്സിലായോ? അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ലെവൽ ബ്ലൂ പ്രിൻ്റ് ആക്സസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവൻറ്റ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നമുക്ക് വന്നിട്ടുണ്ട്. ഏതാ? നമ്മുടെ മെറ്റീരിയൽ എഡിറ്ററിലെ ഗ്രാഫ് പോലെ. ഓക്കെ, അവിടെ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് 2 ഈവൻറ്റ് കാണാം. അതിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ബട്ടൺസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സാധനങ്ങളാണ്. അതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനം വേരിയബിൾസ് അഥവാ മെമ്മറീസ്. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്ന സാധനത്തിൽ തന്നെ തുടങ്ങാം. കാൽക്കുലേറ്ററിൽ നമുക്ക് 2 ഡേറ്റ വേണം. ഓക്കെ, ഞാൻ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് എയും ബിയും ആണ്. എന്നിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ അഥവാ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കേണ്ട എന്താണ്? എയിലെയും ബിയിലെയും ഡേറ്റ ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്തോ ഇൻറ്റു ചെയ്തോ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് എൻ്റെ നീഡ്. അപ്പോൾ നമുക്ക് 2 ഡേറ്റ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഓപ്പൺ ലെവൽ ബ്ലൂ പ്രിൻ്റ് വന്നിട്ട് ഇവിടെ നിന്ന് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തു. മെമ്മറിക്ക് പേര് കൊടുത്തു എ. ഇനി മെമ്മറിയിലെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഞാൻ കൊടുക്കുവാണ് ഇൻറ്റീജർ. വേണ്ട, ഫ്ലോട്ട് കൊടുക്കാം, ഫ്ലോട്ട്. ഓക്കെ, ഇപ്പം ഞാനിവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഈ സാധനം അഥവാ ഈ ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ എന്ത് വന്നിട്ടുണ്ട്? അതിൻ്റെ ഡീറ്റെയിൽസ് പാനൽ വന്നിട്ടുണ്ട്. അഥവാ ആ ഡേറ്റയെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. നമുക്ക് കഴിഞ്ഞാൽ കാണാം വേരിയബിളിന് പേര് ഞാൻ കൊടുത്ത എ ഇവിടെ കാണാം. വേരിയബിളിൻ്റെ ടൈപ്പ് ഫ്ലോട്ട് ആണെന്ന് കാണാം. എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇഗ്നോർ ചെയ്യാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ട് വാല്യൂ കാണാം. എന്ന് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് ഇതിനകത്തുള്ള വാല്യൂ എന്താണ്? അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ ബ്ലൂ പ്രിന്റ് നിങ്ങൾ കമ്പൈൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, കമ്പൈൽ. ഈ ബട്ടൺ പ്രസ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കോഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോഡ് ഇനിഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ലോജിക് റൺ ചെയ്തിട്ട് എറേഴ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തും. ഞാൻ ഇവിടെ കമ്പൈൽ അടിച്ചു കഴിയുമ്പം ഞാൻ കൊടുത്ത ഈ ഡേറ്റയെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ക്രിപ്റ്റിങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് എന്താ നടക്കുന്നതെന്ന് അറിയാമല്ലോ. ഇതാണ് സ്ക്രിപ്റ്റിംഗ്, എന്തൊക്കെയാണ് ലോജിക്കൽ നടക്കുന്നതെന്നുള്ളത്. അഥവാ നമ്മൾ C++ലേക്ക് കോഡ് ടൈപ്പ് ചെയ്ത് പോകത്തില്ലേ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യും പ്ലേ അടിച്ച് വർക്കിംഗ് ചെയ്യുന്നുണ്ടോ കോഡ്. അഥവാ നമ്മൾ കമ്പൈലേഴ്സ് എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻ ലാംഗ്വേജിനെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഹ്യൂമൻ ലാംഗ്വേജിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ABCDFG ഒക്കെ കമ്പ്യൂട്ടറിൻ്റെ ബൈനറീസ് ആയ 0, 1ലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് കമ്പൈലേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പൈൽ അടിച്ചപ്പോൾ എന്ത് ചെയ്തു? മെമ്മറി എക്സിക്യൂട്ടഡ് ആയി, ഡേറ്റ കൺവേർട്ടഡ് ആയി. അപ്പോൾ നമുക്കിവിടെ കാണാം
ഇപ്പം ഇവിടെ എയിൽ നമുക്ക് കാണാം 0 ആണ് കിടക്കുന്നത് ഡിഫോൾട്ടായിട്ട്, കണ്ടോ? അപ്പം മെമ്മറി ക്രിയേറ്റഡ് ആയി. ഞാൻ ഇവിടെ നിന്ന് 5 എന്നൊരു ഡേറ്റ കൊടുത്തു. അപ്പോൾ വീണ്ടും എന്ത് വന്നു? കമ്പൈൽ വന്നു, കണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഞാൻ സ്ക്രിപ്റ്റിനെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ആ ഡേറ്റ ഓക്കെ ആണെന്ന് മനസ്സിലായി, എറേഴ്സ് ഒന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാനിപ്പോൾ ഈ ചെയ്ത പ്രൊസീജിയേഴ്സിനെ ഇവിടെ സേവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു മെമ്മറി വീണ്ടും ആഡ് ചെയ്തു, ബി. സെയിം ഇഷ്യൂ തന്നെയാണ്. എന്ത്? ഇവിടെ സാധനം വന്നിട്ടില്ല, കമ്പൈൽ ചെയ്തു, അപ്പം ഡേറ്റ വന്നു. അതിനകത്ത് ഞാൻ കൊടുത്തു 5. ഓക്കെ, കമ്പൈൽ. അപ്പോൾ എയിലും 5 ഉണ്ട്, ബിയിലും 5 ഉണ്ട്. എല്ലാം സേവ് ചെയ്തു. ഇനി ഇവിടുത്തെ ഈ ഹൈഡ് ഐക്കൺ ഒന്നും ഇപ്പോൾ നോക്കല്ലേ, അത് വേറെ സാധനമാണ്, അല്ലാതെ നമ്മളത് വിസിബിലിറ്റിയുടെ അല്ല. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? ആരെങ്കിലും പ്ലേ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് A+B = എന്ത്? ഒരു റിസൾട്ടായിട്ട് കാണിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ നിന്ന് എ ഇങ്ങ് ഡ്രാഗ് ചെയ്ത് സീനിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് 2 കാര്യങ്ങൾ ചോദിക്കും. ഇതൊരു മെമ്മറിയാണ്, ഈ മെമ്മറി നിങ്ങൾക്ക് ഗെറ്റ് ചെയ്യാനാണോ അതോ സെറ്റ് ചെയ്യാനാണോ? ഗെറ്റ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്മറി എന്താണോ ആ മെമ്മറിയുടെ ഡേറ്റ അതേപോലെ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാം. അതാണ് ഗെറ്റ്. ഇനി സെറ്റ് ആണെങ്കിലോ അതിനകത്തുള്ള ഡേറ്റ ഓവർ റൈഡ് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് എന്താണോ ഡേറ്റ ഉള്ളത് ആ ഡേറ്റ എനിക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓവർ റൈഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് സെറ്റ് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആ, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഒന്നും ഐഡിയ. അതിപ്പോൾ നമ്മൾ വരും ഇനി ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസ് കേസ് എന്ന് പറയുന്നത് എന്താ? ഈ ഡേറ്റ ആക്സസ് ചെയ്യാനല്ലേ. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഡേറ്റ കൊടുത്തു വെച്ചില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു? എയെ ഗെറ്റ് ചെയ്തു, ഇനി ബിയെയും ഗെറ്റ് ചെയ്തു. അപ്പോൾ എയിൽ നിന്നും 5 എന്നൊരു ഡേറ്റ വരുന്നുണ്ട്, ബിയിൽ നിന്നും 5 എന്ന് വരുന്നുണ്ട്. എനിക്ക് വേണ്ട എന്താ? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡേറ്റ ആഡ് ചെയ്യണം അല്ലേ. അപ്പം ഞാൻ നമ്മുടെ മെറ്റീരിയൽ ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ആഡ് ഓപ്പറേറ്റർ വരും. ഇതുണ്ടോ? ഓപ്പറേറ്റേഴ്സിലെ ആഡ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സിലെ ആഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആഡ് ഫംഗ്ഷൻ ലോജിക്കാണ്. F ഫോർ ഫംഗ്ഷൻ. ഓക്കെ, കണ്ടോ? ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ മെറ്റീരിയൽ ചെയ്ത പോലെ എയിൽ ഇൻപുട്ട് കണക്ട് ചെയ്തു, ബിയിൽ ഇൻപുട്ട് കണക്ട് ചെയ്തു. അപ്പം മനസ്സിലാവുന്നുണ്ട്, ഇതിൽ നിന്നൊരു ഡേറ്റ വന്ന് ഇതിലെ ഡേറ്റയായിട്ട് ആഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഇനി ഔട്ട്പുട്ട് വരുന്നു അല്ലേ. അപ്പം ഇതിലിപ്പോൾ ഡേറ്റ നമുക്കറിയാം എന്താ? 10 ആണ് അല്ലേ. അപ്പം നമ്മൾ അടുത്ത ലോജിക്ക് പറയാം. ഇപ്പം ഡേറ്റയായി. ഈ ഡേറ്റ നമ്മുടെ ഉദ്ദേശം എന്താ? ഇനി ഡേറ്റ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വോട്ടായി. വോട്ട് എന്താണ്? ഓക്കെ, ഇനി നമുക്ക് വേണ്ട 2 ചോദ്യങ്ങളാണ്. എന്താ? വെന്, ഹൗ. എപ്പോ, എങ്ങനെ. എപ്പോഴാണ് ചെയ്യണ്ടേ? പ്ലേ അടിച്ചാലല്ലേ ചെയ്യണ്ടേ. അപ്പോൾ നമുക്കൊരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. എന്താ? വെൻ. വെൻ എപ്പോഴാ? പ്ലേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വെന്നിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഈവൻറ്റ്സ്. ഇതാണ് ഈവൻറ്റ്സ്. ഈവൻറ്റുകൾ എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയുന്നില്ല ഒരു ഈവൻറ്റ് അവിടെ നടക്കുന്നു അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ പറയത്തില്ല. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ ഒരു സ്പെസിഫിക് ടൈമിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈവൻറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലൂ പ്രിൻറ്റ്സിനെ ട്രിഗർ ചെയ്യുന്നത്, എപ്പോൾ നടക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് 2 ഈവൻറ്റ് ഇവിടെ ഉണ്ട്. ഒന്ന് ഈവൻറ്റ് ബിഗിൻ പ്ലേ, ഒന്ന് ഈവൻറ്റ് ടിക്ക്. ഈവൻറ്റ് ബിഗിൻ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്ലേ അടിച്ചാൽ എന്താവും? അത് എക്സിക്യൂട്ട് ആവും അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യും. അതാണ് ഈവൻറ്റ് ബിഗിൻ പ്ലേ. ഈവൻറ്റ് ടിക്ക് ഞാൻ വരാൻ സൗണ്ട് ഇതാവുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് ആവുന്നോ? അല്ല, ശരി ശരി. ഓക്കെ, അപ്പം ഈവൻറ്റ് ടിക്ക് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഈവൻറ്റ് ബിഗിൻ പ്ലേ മനസ്സിലായല്ലോ. പ്ലേ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവൻ എക്സിക്യൂട്ട് ചെയ്യും ആരെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി വോട്ടായി, വെന്നായി. ഇനി എങ്ങനെ, ഹൗ. നമുക്ക് എന്താ വേണ്ടേ? സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യണം അല്ലേ ഈ ഡേറ്റ. അപ്പം ആരെങ്കിലും പ്ലേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈവൻ ഒരു എക്സിക്യൂഷൻ നടക്കണം. ഇതാണ് എക്സിക്യൂഷൻ പിൻ. ഇത് കണ്ടോ? ഇത് ഡേറ്റ പിന്നാണ്. കണ്ടോ വ്യത്യാസം? കണ്ടോ രണ്ടിനും?
ഇതൊരു എക്സിക്യൂഷൻ പിന്നാണ്. ഓക്കെ, ഇതിൽ ഡേറ്റ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എപ്പോൾ നടക്കുന്നു, എന്ത് ഇവന്റ് ട്രിഗർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം വെൻ, ഇനി വോട്ട്, അപ്പോൾ നമ്മുടെ ഹൗ ആണ് പ്രിന്റ് സ്ട്രിങ്. ഓക്കെ, ഇതൊരു ഫങ്ഷനാണ്. ഈ ഫങ്ഷൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ നോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഡേറ്റയെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്, പ്രിന്റ് സ്ട്രിങ്. ഇതൊരു ഡെവലപ്മെന്റ് ഒൺലി ഫംഗ്ഷൻ ആണ്. എന്താ ഡെവലപ്മെന്റ് ഒൺലി ഫംഗ്ഷൻ എന്ന് ഞാൻ പറയാം. ഓക്കെ, ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഒൺലി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, കാരണം ഇത് ടെസ്റ്റിംഗ് പർപ്പസിന് അല്ലെങ്കിൽ ഡീബഗിങ് പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ, വോട്ട്, ഹൗ ആയി. ഇനി ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്ത് വേണം, ഡേറ്റ കണക്ട് ചെയ്യണം. ഡേറ്റ എവിടെയുള്ളത്, ഇവിടെ അല്ലേ. അപ്പം ഇതിൽ നിന്ന് വരുന്ന ഡേറ്റ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഡേറ്റ പിൻ. ഓക്കെ, ഇപ്പം ആ ഡേറ്റ പിന്നിന് ഒരു പ്രശ്നമുണ്ട്, അത് പിങ്ക് ആണ്, ഇത് ഗ്രീൻ ആണ്. കണ്ടോ, കാരണം ഇത് ഇപ്പോൾ സ്ട്രിങ്ങിലാണ് കിടക്കുന്ന ഡേറ്റ ടൈപ്പ്, ഇത് ഫ്ലോട്ടാണ്. പക്ഷെ പ്രശ്നമില്ല, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവർ കൺവേർട്ട് ചെയ്തോളൂ അതിനെ. ഓക്കെ, പണ്ടാണെങ്കിൽ നമ്മൾ കൺവേർട്ടറിനോട് ഉപയോഗിക്കണം, പക്ഷെ പുതിയതിലൊക്കെ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും. സോ നമുക്ക് ആ ഒരു ഹസിൽ നമുക്ക് ഒഴിവായി. ഇനി എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ വീണ്ടും കമ്പൈൽ അടിക്കണം, കോഡ് ടെസ്റ്റ് ചെയ്യണം, സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലോജിക്ക് ഒന്നുകൂടെ നമുക്ക് പറയാം. ആരെങ്കിലും പ്ലേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലേ അടിച്ചു. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ ഏരിയയിൽ 10 കണ്ടോ, പ്ലേ 10. ഇനി അതെന്തുകൊണ്ട് ആ മൂലയ്ക്ക് പോയിട്ട് പ്രിന്റ് ആവുന്നു? എനിക്കിവിടെ നടുക്ക് വലുതായിട്ടായിരുന്നു പ്രിന്റ് ആവേണ്ടത്. അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ UI UX ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ ഡേറ്റ നമ്മുടെ സ്ക്രീനിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് UI UXിലൂടെ. അവിടെ നമ്മൾ എത്തിയില്ല, നമ്മൾ ബ്ലൂ പ്രിന്റ് ഒരു പരിധി വരെ ആയിട്ടേ നമ്മൾ UI UXിലേക്ക് പോകും. കത്തുന്നുണ്ടോല്ലോ? ഇതിപ്പോ ഈ ഒരു ഇപ്പം A+B എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തിട്ട് നിങ്ങളത് പ്രിന്റ് ചെയ്യിച്ചത് സംഭവം ഇത് മനസ്സിലായി. ഇത് എന്തിനാണ്, എവിടെയാണെന്ന് ഇതിന്റെ ആപ്ലിക്കേഷൻ ഇല്ല, ഇത് നമ്മൾ പഠിക്കുവാണ്, നമ്മളെ ലോജിക്കുകൾ പഠിക്കുവാണ്. ഇതൊന്നും നമ്മൾ എവിടെയും ആപ്ലിക്കബിൾ ആവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ്ലി കിരണ്ട ലോജിക്കിലാണ്. നമ്മൾ സാധനങ്ങൾ പഠിക്കുവാണ്. എന്താണ് ഈവന്റ്, എന്താണ് ഫംഗ്ഷൻ, എന്താണ് ഡേറ്റ, മനസ്സിലായോ? നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ബ്ലൂ പ്രിന്റ്സ് ഒരിക്കലും നമ്മളെ എന്ത് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് പഠിപ്പിക്കുന്ന പാടാണ്. പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാം. എവിടെയാ ഡോറ്, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്തും കാണിക്കാം. പക്ഷേ ലോജിക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് എയിം ബ്ലൂ പ്രിന്റ്സിന്റെ. ഇപ്പൊ നമ്മൾ ബിൽഡ് ചെയ്തൊരു ലോജിക്കാണ്, മനസ്സിലായോ? ഇപ്പൊ ഈ ലോജിക്കിനെ ഞാൻ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു വേരിയബിളും കൂടെ ഉണ്ടാക്കി, സിയെ ഞാൻ കമ്പൈൽ ചെയ്തു. സിയിലെ ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. എനിക്കത് 0 ആയിട്ട് തന്നെ മതി. എൻ്റെ ഉദ്ദേശം എയിലെയും ബിയിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്യുന്ന ഡേറ്റ സിയിൽ കൊണ്ടുവന്നിട്ട് അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. സിയെ ഞാൻ എന്ത് ചെയ്തു, ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. സിയിൽ ഓൾറെഡി ഡേറ്റ ഉണ്ട് 0. ആ ഡേറ്റയാണോ നമുക്ക് വേണ്ടേ? അല്ലല്ലോ. നമുക്ക് വേണ്ട എന്താ, എയും ബിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സിയിലേക്ക് കൊടുക്കുക. ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ സിയിലുള്ള ഡേറ്റ ഓവർ റൈഡ് ചെയ്യണം, സെറ്റ് ചെയ്യണം. മനസ്സിലായോ? ഞാൻ ഈ സാധനത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമുക്ക് കണക്ഷൻസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നിന്ന് എക്സിക്യൂഷൻ പിൻ വന്നിട്ട് ആദ്യം വിളിക്കുന്ന ആരെയാ? ഇയാളെയാണ് അല്ലേ? അതിന് ശേഷമാണ് ഞാൻ ഇത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വിളിച്ചിട്ടേ ഇത് വിളിക്കൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഡേറ്റ 10 ആയിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തു. അതിനുശേഷം സിയിലേക്ക് ആ 10 കൊണ്ടുവന്നു. ഓക്കെ,
എനിക്ക് വേണ്ട എപ്പോഴാ, എനിക്ക് വേണ്ടത് സിയിലുള്ള ഡേറ്റയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിലേക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഡേറ്റ എനിക്ക് കൊണ്ടുവരണം, വേണ്ടേ? അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഈ കണക്ഷൻ ഇവിടെയല്ല, പകരം ഇവിടെ കൊടുക്കും. അപ്പം ആരെങ്കിലും പ്ലേ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സിയിലുള്ള ഡേറ്റ ഇതാക്കി മാറ്റണം. അതിനുശേഷം എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? അപ്പോൾ സി ആണ് എന്ത് ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യേണ്ടത്. ലോജിക്ക് കോംപ്ലക്സ് ആയി വരുവാണ്. സംഭവം സിമ്പിളാണ്, മനസ്സിലായോ? 2 ലെവലിൽ ഞാൻ ഇത് ചെയ്തതാണ്, 2 രീതിയിൽ ചെയ്തതാണ്. നേരത്തെ ചെയ്ത് കുറച്ചുകൂടി സിമ്പിൾ മെത്തേഡ്, ഇത് കുറച്ചുകൂടി അഡ്വാൻസ് മെത്തേഡ്. പക്ഷെ സംഭവം രണ്ടിൻ്റെ ലോജിക്ക് സെയിം ആണ്. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആരെങ്കിലും പ്ലേ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എയിലെയും ബിയിലെയും ഡേറ്റ ആഡ് ചെയ്തിട്ട് അത് സിയിലേക്ക് ഓവർ റൈഡ് ചെയ്യുക. സിയിലുള്ള ഡേറ്റ 0 ആണ്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതിനകത്തുള്ള ഡേറ്റ നമ്മൾ എന്ത് ചെയ്തു, സിയിലേക്ക് കൊടുത്തു. ഇനി സിയിൽ വന്ന ഡേറ്റ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ഓക്കെ കൊടുത്തു. നമുക്ക് നോക്കാം, സെയിം ലോജിക്കല്ലേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? രണ്ടാമത്തതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, അപ്പം എനിക്ക് എപ്പോൾ വേണമെങ്കിലും സി എന്നൊരു എക്സ്ട്രാ ഹാൻഡ് എനിക്ക് കിട്ടി, മെമ്മറി കിട്ടി. ഈ ഡേറ്റ ഡയറക്റ്റ്ലി പോയിട്ട് പ്രിന്റ് ചെയ്യാതെ, അഥവാ നമ്മൾ പറയും നമ്മളൊരു സിറ്റുവേഷനിലേക്ക് ഈ ഡേറ്റ ഡയറക്റ്റ്ലി പോയി യൂസ് ചെയ്യാതെ ആ ഡേറ്റയെ വേറൊരു മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് ആ മെമ്മറിയാണ് നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ കുറച്ചുകൂടെ ലോജിക്കലി പറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കിരൺ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരണം. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ കിരണിന് എവിടെ ഒന്നും മനസ്സിലാവാൻ പോണില്ല. ഇപ്പൊ കുറച്ച് കാര്യങ്ങളെങ്കിലും കത്തിയോ? എനിക്ക് ഞാൻ ഇപ്പൊ ഈ രണ്ടാമത് ഈ CA വെച്ച് കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? എനിക്കൊരു കാര്യം കിരണിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബിലൊക്കെ ക്ലാസ് കാണുമ്പോഴും കിരണിന് സംഭവിക്കുന്ന ഇതാണ്, അല്ലെങ്കിൽ നോർമലി എല്ലാവർക്കും സംഭവിക്കുന്ന ഇതാണ്. കാരണം ഒരു ലോജിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്, മനസ്സിലായോ? നമ്മുടെ മാത്സ് പോലെ, നമ്മുടെ മാത്സ് എക്സാമിന് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ലോജിക്കലി നമ്മൾ ആൻസർ ചെയ്യുന്നതുകൊണ്ടാണ്. ആൻസർ കറക്റ്റ് ആയാൽ മതി എന്നാണ് മാത്സിന്റെ ലോജിക്ക്, അല്ലേ? നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതില്ല, സെയിം ആണ് ഇവിടെ. മാത്തമാറ്റിക്സ് കളിയാണ് ഇവിടെ, സെയിം സാധനം തന്നെയാണ്, പക്ഷെ വേറെ രീതിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഈ എക്സിക്യൂട്ട് ചെയ്തതിന് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതിന് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്, ഇപ്പം ചെയ്തതിനും പ്രോസും കോൺസും ഉണ്ട്, മനസ്സിലായോ? അതനുസരിച്ച് വേണം നമ്മളെ ബ്ലൂ പ്രിന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ കിരണിന് ഇതിനകത്ത് ഏറ്റവും വലിയ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഗെറ്റും ഒന്ന് സെറ്റും ആണ്. ഒരു മെമ്മറി വിളിച്ചതും ആ മെമ്മറി ഓവർ റീഡ് ചെയ്തതും. കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണോ? ഇത് ഓക്കെ ആണോ? ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണ്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേ ഇതിന്റെ ശരിക്കുള്ള ഒരു ഇത് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഒരു ലോജിക്ക് ഞാനിപ്പോ പറയട്ടെ. പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ പ്ലേ എന്ന് പറയുന്ന ഈവൻ ബീയിങ് പ്ലേ ആണ്, അല്ലേ? ഇതിൽ നിന്നും സാധനം വരും. ഇനി തുറക്കേണ്ട സാധനമാണ് നമ്മുടെ ഡേറ്റ, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോർ. അപ്പൊ ഇതിന് പകരം എന്ത് വരും? നമ്മുടെ ഡോറിന്റെ ഇൻഫർമേഷൻ വരും, വരത്തില്ല? ഇനി എന്താ നടക്കണ്ടേ? പ്രിന്റ് അല്ല, നമുക്ക് എന്താ വേണ്ട? ഡോറ് റൊട്ടേറ്റ് ആവുകയാണ് വേണ്ടത്, അല്ലേ? ഒരു ആക്സിസിലേക്ക്. അതാണ് നമ്മുടെ ലോജിക്ക്. അപ്പം ആരെങ്കിലും പ്ലേ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് ഒരു ആക്സിസിലേക്ക് റൊട്ടേറ്റ് ആവും. ദാറ്റ്സ് ഇറ്റ്. അതാണ് ലോജിക്ക്. കിരൺ വന്നല്ലോ, അജ്മൽ വന്നല്ലോ. അജ്മൽ, ഹലോ. അജ്മൽ, ഒന്നുമില്ല, ഞാൻ റീക്യാപ്പ് ചെയ്യുമായിരുന്നു ഒന്നും കൂടെ. അജ്മലിന് ഇത് അറിയാലോ, നമ്മളാ കാൽക്കുലേറ്റർ ഉണ്ടാക്കിയില്ലേ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട്, ബ്ലൂ പ്രിന്റ്സില്. കേൾക്കുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ, ആ സെയിം സാധനമാണ്.
ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ രണ്ടുപേർക്കും? അജ്മൽ, ഈ ബ്ലൂ പ്രിന്റ് കണ്ടിട്ട് ഒന്ന് പറഞ്ഞേ. ഈ ബ്ലൂ പ്രിന്റ് കണ്ടിട്ട് എന്താ നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇതിപ്പോ ഇതില് ഏക്കും ഇതിപ്പോ അഡീഷൻ ചെയ്തു നമ്മള്. ഇത് അഡീഷൻ ചെയ്തു ഇപ്പോ വേരിയബിൾസ് വെച്ചിട്ട് സെറ്റ് ചെയ്തു. സി നമുക്ക് റിസൾട്ട് വേണം, സ്ട്രിങ്ങിൽ കണക്ട് ചെയ്തു. പിന്നെ ഇവന്റ് പ്ലേ നടത്തി. ഇവന്റ് പ്ലേ സെറ്റ് ഇത്. ഇനിയിപ്പോ പ്ലേ കമ്പൈൽ ചെയ്യുക. അപ്പൊ എന്താ എനിക്ക് ഔട്ട്പുട്ട് വരുന്നത്? എന്താ ഇപ്പൊ എന്താ 1+ ഇപ്പൊ എത്ര 5+5 എന്ന് പറഞ്ഞാൽ 5+5 എന്ന് പറയുമ്പോ ഒരു 10 കിട്ടണം നമുക്ക്. 10 പ്രിന്റ് ചെയ്യണം, അതിലെ സംഭവം. അതെ. ഓക്കെ, ശരി. കിരൺ ഓക്കെ ആണോ? ഇത് ഇപ്പോഴും മനസ്സിലായി, പക്ഷേ ഇത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഡൗട്ട്. ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ, അത്രേ ഉള്ളൂ. മനസ്സിലായി? ഈ പരിപാടികൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം. ഇപ്പം നമ്മളിപ്പോ ഒരു കോൺസെപ്റ്റ് ഇതാണ്. ഒരു റൂം ചെയ്യുമ്പോൾ റൂമിൻ്റെ അകത്ത് ഒരു ഡോർ ഉണ്ട്, ഒരു സ്ലൈഡിങ് വിൻഡോ ഉണ്ട്. പിന്നെ അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഡോർ ഓപ്പൺ ആവും, അകത്ത് പോയി കഴിഞ്ഞാൽ വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഇത്. അതെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മളിപ്പോ നോക്കിയ ഈവന്റ് എന്താ, ബിഗിൻ പ്ലേ ആണ് അല്ലെ? പ്ലേ അടിച്ചാൽ. പക്ഷെ നമുക്ക് പ്ലേ അടിച്ചു കഴിഞ്ഞാലല്ലോ, നമ്മൾ ഒരാളിന്റെ അടുത്ത് പോയാലല്ലോ ഡോർ തുറക്കണ്ടേ അല്ലേ? അപ്പൊ അവിടെ എന്ത് കാര്യം വന്നു? അവിടെ ഒരു ലോജിക് കൂടെ വന്നു. എന്താ, ഈ ഡോറ് മനസ്സിലാക്കണം എന്ത്, ഞാൻ അടുത്തെത്തി എന്നുള്ളത് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതേപോലെ കൊളിഷൻസ്. ഈ ബോക്സ് കണ്ടോ, ഇതൊരു കൊളിഷൻ വോളിയം ആണ്. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഈ കൊളിഷന്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു ഈവന്റ് ട്രിഗർ ചെയ്യുക. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരു ഈവന്റ് ട്രിഗർ ചെയ്യുക. ലോജിക് കംപ്ലീറ്റ് ആയില്ലേ? അകത്ത് കയറിയാൽ എന്ത് ചെയ്യുക, ഡോറ് 90 ഡിഗ്രി തുറക്കുക. പുറത്തിറങ്ങിയ ഡോറ് 0 മാറുക. മനസ്സിലായോ? ഇവന്റ് ബിഗിൻ പ്ലേക്ക് പകരം ആ രണ്ട് സാധനം അങ്ങോട്ട് കയറി പോകും. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലേക്ക് പോവാം. ഇതൊക്കെ ആണോ? മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി ഞാൻ ഈ ഡോറിന്റെ ബ്ലൂ പ്രിന്റ് ഓപ്പൺ ചെയ്തു. ഇത്രയുള്ള ആ ഡോറിന്റെ ലോജിക്ക് ഗ്രാൻ മറ്റേക്കാളും സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. സോ നമ്മൾ അജ്മലിൽ വന്നു, ഒരു ബ്ലാങ്ക് ഏരിയ എടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ബ്ലൂ പ്രിന്റ് ക്ലാസ്, അതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ബ്ലൂ പ്രിന്റ് ക്ലാസ് പ്രസ് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ കുറേ ബ്ലൂ പ്രിന്റ്സ് കാണാം. ഓക്കെ, ഇതെല്ലാം പാരന്റ് ക്ലാസ്സുകളാണ്. പാരന്റ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൂ പ്രിന്റ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ഒരു കോഡ് നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല. ആസ് എ ഡെവലപ്പർ നമ്മൾ C++ ഉപയോഗിച്ച് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താ, ആൻഡ്രോയിഡ് ഉണ്ടാക്കി വെച്ച് തന്ന കുറേ C++ ഫങ്ഷണാലിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ രീതിയിലേക്ക് മോഡിഫൈ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? നമ്മൾ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യണം എന്താ, വലിയ വലിയ ഗെയിം പ്രോജക്ട്സിനൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മളെ നോർമൽ കേസിന് ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് സാധനങ്ങൾക്കൊന്നും നമുക്ക് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഇതേപോലെ ഇപ്പോൾ അൺറിയലിനകത്തേക്ക് പുതിയ ടൂളുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതോ നമ്മളായിട്ട് കുറേ ടൂളുകൾ ആഡ് ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാരന്റ് ക്ലാസ്സുകളുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ആക്ടറാണ്. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആക്ടർ എന്ന പേര് നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ട്. എന്താ, ഇവിടെ ഔട്ട്ലൈനറിൽ അല്ലേ? ഇതെല്ലാം ആക്ടേഴ്സ് ആണ് നമ്മൾ പറയും. എന്ന് വെച്ചാൽ
കോണ്ടന്റ് മോഡലിന്റെ ഒരു ഇൻസ്റ്റൻസ് ഒരു ലെവലിലേക്ക് കളിക്കാൻ വരുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അത് ആ ലെവലിൽ വന്നിട്ട് ആക്ട് ചെയ്യുന്നു, ആക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തുണ്ട്? ഡേറ്റ ഉണ്ട്. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ ഇപ്പൊ ഡോറിന് ഇത് BP കൊടുക്കുന്നതാണോ? ആ, ഡോറിന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉണ്ടാക്കുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പോകുന്ന ആക്ടർ ബ്ലൂ പ്രിന്റ് ആണ്. നമുക്ക് ഇഷ്ടംപോലെ ബ്ലൂ പ്രിന്റ്സ് ഉണ്ട് താഴെ, അതെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്ന ആക്ടർ ആണ്. ആക്ടർ ബ്ലൂ പ്രിന്റിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. An actor is an object that can be placed or spawned in the world. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ പ്രിന്റ് ഡേറ്റയാണ്. ആ ഡേറ്റ നമുക്കൊരു ലെവലിലേക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാനും അതിനെ ഏതെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ പറ്റും. അല്ലെങ്കിൽ ഗെയിമിലേക്ക് വിളിക്കാനോ ഗെയിമിൽ നിന്ന് കളയാനോ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പേര് കൊടുക്കണം. ഞാൻ കൊടുക്കുവാണ് BP ഫോർ ബ്ലൂ പ്രിന്റ്. ഡോർ, കുറേ ഡോർ കാണും, അതുകൊണ്ട് ഞാൻ നമ്പർ കൊടുക്കുവാണ്. ഓക്കെ, സേവ് ആയിട്ടില്ല എന്ന് മനസ്സിലായി. ആസ്ട്രിക്ക് വന്നു, സേവ് ചെയ്തു. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ ലെവൽ ബ്ലൂ പ്രിന്റ് പോലെ അല്ല ഇത് കാണുന്നത്. ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതിന് ഇറ്റ്സെൽഫ് ഒരു വ്യൂ പോർട്ട് ഉണ്ട്, കണ്ടോ? പക്ഷെ നമ്മുടെ ലെവൽ ബ്ലൂ പ്രിന്റ് നേരത്തെ നോക്കാൻ നേരത്ത് ലെവൽ ബ്ലൂ പ്രിന്റ് ഒരു വ്യൂ പോർട്ട് ഇല്ല അല്ലേ? ഡയറക്റ്റ്ലി ഈവൻ ഗ്രാഫ് ആണ് പോയത്, കണ്ടോ? കാരണം ലെവൽ ബ്ലൂ പ്രിന്റിന്റെ വ്യൂ പോർട്ട് എന്താ? അത് ഇതല്ലേ, ഈ ലെവലല്ലേ, ലെവൽ ഇറ്റ്സെൽഫ് അല്ലേ? പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ഈ ഡോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ആ ഒബ്ജക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ ഒരു വ്യൂ പോർട്ട് ഉണ്ട്. അതിനെ നമ്മൾ പിന്നെ ഈ സീനിലേക്ക് കൊണ്ടുവരുമ്പോഴേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? ഈ വ്യൂ പോർട്ടിന്റെ ഭാഗമാകുന്നുള്ളൂ. അപ്പൊ അതിന് ഇറ്റ്സെൽഫ് ഡിസൈൻ ചെയ്യാനും അതിനെ കാണാനും നമുക്കൊരു ഏരിയ വേണം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു വ്യൂ പോർട്ട് ഉള്ളത്. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. മറ്റതുപോലെ തന്നെ നമുക്ക് സെയിം ആണ്, ഒരു വ്യത്യാസങ്ങളും ഇല്ല. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷനാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. റൈറ്റ് സൈഡ് ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഉള്ള പോലെ ആഡ് ബട്ടൺ ഇവിടെയും ഉണ്ട്. ഇവിടെ ഒരു വ്യൂ പോർട്ട് എക്സ്ട്രാ കിട്ടി നമുക്ക്, എക്സ്ട്രാ ഹാൻഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസൈനിങ് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി. നമുക്ക് വേണ്ട എന്താ? ബ്ലൂ പ്രിന്റിൽ ആദ്യം ഡോർ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അല്ല, ഇത് ഭാഗമായിട്ടില്ല. അല്ല, എന്റെ മറ്റേ പ്രൊജക്റ്റിൽ ഉണ്ടല്ലോ, ആ പ്രൊജക്റ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഇപ്പൊ ഈ വ്യൂ പോർട്ടിൽ കാണുന്ന സാധനം, അത് ഈ സെയിം സാധനം തന്നെ അത് അവിടെ വെച്ചേക്കണേ? ഈ ഐക്കണോ? അതെ അതെ. ഓക്കെ, ഇത് ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഒരു സാധനം പ്ലേസ് ഹോൾഡർ ഉണ്ടെന്ന് കാണിക്കാനാണ്. അത് റെൻഡർ ആവില്ല. അത് നമ്മൾ പ്ലേ അടിച്ച് കഴിഞ്ഞാൽ അത് കാണത്തില്ല. അത് നമുക്ക് ബ്ലൂ പ്രിന്റ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലാണ് നമ്മ BP വെച്ചേക്കണല്ലേ, എന്ന് വെച്ചാൽ അത് ഹോൾഡ് ചെയ്യണം, പിടിക്കണം. അതെ അതെ. ഇപ്പൊ ഞാനിപ്പോ ഈ സ്ക്രിപ്റ്റിനെ സീനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലൂ പ്രിന്റ് ഉണ്ടെന്ന് അറിയണ്ടേ? മനസ്സിലായോ? അതിനാണ് ആ സാധനം, കണ്ടോ? ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സീനിൽ വന്നിട്ടുണ്ട് ആ ബ്ലൂ പ്രിന്റ്, കണ്ടോ? അതിനാണ് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഇവിടെയും വരും അത് സീനിൽ. അപ്പോൾ നോക്കിക്കോ. ഇപ്പം നമുക്ക് വേണ്ട എന്താ? ഡോർ വേണം ഇതിനകത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ ആഡിലേക്ക് വന്നിട്ട് ഇവിടെ കോമ്പോണൻസ് മെനു ഉണ്ട്. ഓക്കെ, കോമ്പോണൻസ് മെനുവിൽ ആഡ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് പ്രോപ്പർട്ടീസ് വരും. ഞാൻ അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് മെഷ് ആണ്. സ്റ്റാറ്റിക് മെഷ് ചൂസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റാറ്റിക് മെഷിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഈ സാധനം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എവിടെ? നമ്മുടെ വ്യൂ പോർട്ടിൽ നമ്മളൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ സെയിം പ്രോപ്പർട്ടീസാണ് അവിടെ വന്നത്. ഈ പ്രോപ്പർട്ടീസ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലോർ ചെയ്തതാണ്. നമുക്കറിയാം അതിനകത്ത് മെറ്റീരിയൽ സ്ലോട്ട് ഉണ്ട്. അതേപോലെ സ്റ്റാറ്റിക് മെഷീൻ ഒരു സ്ലോട്ടും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ വരുന്ന ആക്ടേഴ്സ് ഒക്കെ എന്താണ്? വെറും പ്ലേസ് ഹോൾഡർ ആണ്. അതിനകത്തുള്ള ഡേറ്റ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ VFX-നൊക്കെ യൂസ് ചെയ്യുന്നതാണത്. എന്നുവെച്ചാൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിന് പല സാധനങ്ങളും ആക്കാം. അല്ല,
ഇതിന് ഇതിന് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പോസിബിലിറ്റീസ് വൈഡ് ആണ്, എന്ത് ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ, അതെ, ഞാൻ അങ്ങനെ അന്ന് ലാസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞു. അല്ല, ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു രീതിയല്ല അത്. ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അതിന് വേറെ കുറെ അർത്ഥങ്ങളുണ്ട്. നമ്മളത് വിഷ്വലൈസേഷനിൽ മാത്രം കാണുന്നതുകൊണ്ടാണ് നമുക്ക് വേറെ മീനിങ് കിട്ടാത്തത്, മനസ്സിലായോ? ഇനി അങ്ങടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. റീപ്ലേസ് ചെയ്യാം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഗെയിം പ്ലേയിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള മെഷീനിലേക്ക് അതിനെ മാറ്റാവുന്നതാണ്, മനസ്സിലായോ? അങ്ങനെ അതിന്റെ അർത്ഥമുണ്ട്. ഇപ്പം എന്താ പറയുക, അജ്മല് ഇതിൽ പറഞ്ഞ പോലെ, നമ്മുടെ VFX പറഞ്ഞ പോലെ, VFX വേണമെങ്കിൽ മോഫ് ചെയ്ത് വേറെ സബ്ജക്റ്റ് ആക്കി മാറ്റാം എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇനി അങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്ലേസ് ഹോൾഡറാണ്. ആ പ്ലേസ് ഹോൾഡറിൽ വന്ന ഡേറ്റയാണ് എന്ത്, ക്യൂബ്. സിമിലർ ആണ് നമ്മുടെ ഇവിടെ. നമ്മളിപ്പോൾ ഒരു പ്ലേസ് ഹോൾഡറാണ് ഉണ്ടാക്കിയത്, സ്റ്റാറ്റിക് മെഷ്. അപ്പം ഈ ഒരു ഡേറ്റ ടൈപ്പിനകത്ത് വരുന്ന ഡേറ്റ എന്താണ്, ഒരു മെഷ് ഡേറ്റ ആയിരിക്കും, മനസ്സിലായോ? ഒരു ജോമെട്രി ഡേറ്റ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഡേറ്റ ടൈപ്പ് ആണ് എന്ത്, നമ്മുടെ സ്റ്റാറ്റിക് മെഷ്. അപ്പോൾ അതിനകത്തിന് എന്ത് ചെയ്യാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് കാണാം, കണ്ടോ? നമ്മുടെ മെഷ് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ഡോർ ആഡ് ചെയ്യാം, കണ്ടോ? ഈ ഡോറ് ഡിസൈൻ ചെയ്ത സമയത്ത് അതിൻ്റെ ആങ്കർ പോയിന്റ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അതിന് ആങ്കർ പോയിന്റ് ലോഡ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റ് ആണ്. ഇനി എല്ലായ്പ്പോഴും കറക്റ്റ് ആവണമെന്നില്ലല്ലോ, അല്ലേ കിരൺ? അതെ. അപ്പോൾ നമുക്കുള്ള സൊല്യൂഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കമ്പൈൽ അടിച്ചു, നമ്മൾ താഴേക്ക് വന്നു, ദാ സീനിലേക്ക് ആ ഡോർ വന്നു, കണ്ടോ? നമ്മൾ ഇവിടെയാണ് ഡിസൈൻ ചെയ്യുന്നത്, പക്ഷേ നമ്മൾ ഈ സീനിലേക്ക് അതിനെ കൊണ്ടുവന്നേക്കുന്നുണ്ടോള് അതവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്കറിയാം ഡോറ് തുറക്കുന്നു എന്ന് പറയുന്നത് ഇതാണ്, അല്ലേ? ഇതല്ലേ ഡോർ തുറക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷനിൽ XYZ ഒരു -40 -90 ഒക്കെ തിരിയുന്നതാണ് നമ്മുടെ ഡോർ തുറക്കുന്നത്. ആങ്കർ പോയിന്റ് കറക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഡോർ മര്യാദയ്ക്ക് തുറക്കുന്നു. ഈ സാധനം സെൻട്രലിലാണെന്നുണ്ടെങ്കിൽ ഡോർ നടുക്കിലും തിരിഞ്ഞാനല്ലേ. അപ്പോൾ നമ്മൾ അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സാധനം ഇവിടെ ഇഞ്ചെക്ട് ചെയ്യും. ഇത് ഒരു ഉഡായിപ്പ് ടെക്നിക്കാണ്. എന്തിനാണ്? നമ്മുടെ ആങ്കർ പോയിന്റിന്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ആരോ കമ്പോണന്റ്. ആരോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു, നേരത്തെ പറഞ്ഞ ഒരു പ്ലേസ് ഹോൾഡറാണ്, ഒരു നൾ വാല്യൂ ആണ്. അത് റെൻഡർ ആവില്ല. ഓക്കെ, പക്ഷെ അതിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ആക്സസ് പോയിന്റ് ഇല്ലേ, അഥവാ നമ്മുടെ പിവോട്ട്, അതിനെ നമുക്ക് ഏതെങ്കിലും ഡേറ്റ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പം ആരോ ആഡ് ചെയ്തപ്പം നോക്കിയേ, ആരോ എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് മെഷീൻ്റെ അകത്തല്ലേ വീണേ? നോക്ക്, സ്റ്റാറ്റിക് മെഷ്, അതിൻ്റെ അകത്ത് ആരോ. നമ്മൾ പാരന്റ് ആൻഡ് ചൈൽഡ് റിലേഷൻ ഓൾറെഡി പഠിച്ചതാണ്. പാരന്റ് ആൻഡ് ചൈൽഡ് റിലേഷൻ അറിയാമല്ലോ കിരൺ, 3DX Maxലെ ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ അല്ലേ? ഇപ്പം ഞാൻ സ്റ്റാറ്റിക് മെഷീൻ എടുത്തിട്ട് മൂവ് ചെയ്ത എന്താ പ്രശ്നം? എൻ്റെ ആരോ കൂടെ വരും. കാരണം അമ്മ പോയാൽ മോനും കൂടെ വരും, ചൈൽഡും കൂടെ വരും. അപ്പോൾ എനിക്ക് കണക്ഷൻ ബ്രേക്ക് ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ എടുത്തിട്ട് ഞാൻ തിരിച്ച് സ്റ്റാറ്റിക് മെഷീൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കണക്ഷൻ ബ്രേക്കായി. ഇനി ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഞാൻ ആരോ എടുത്തു. ആരോ ഇപ്പോൾ ഇവിടെ വാല്യൂസ് ഒക്കെ മാറിയിട്ടുണ്ട്, കാരണം മറ്റേതിൻ്റെ അകത്തായിരുന്നു കിടന്നത്. അപ്പോൾ ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്തു. ഓക്കെ, ആരോ എടുത്ത് ഞാൻ ഇങ്ങനെ നടുക്കൊണ്ട് വെച്ചേ. സ്റ്റാറ്റിക് മെഷീൻ എടുത്ത് ആരോയുടെ അകത്തിട്ട് എന്ത് പറ്റും? ആരോയുടെ ചൈൽഡായി സ്റ്റാറ്റിക് മെഷീൻ എന്ന് വെച്ചാൽ ആരോ ഞാൻ റൊട്ടേറ്റ് ചെയ്ത ഡോർ ഇങ്ങനെ റൊട്ടേറ്റ് ആവില്ലേ? നമ്മുടെ ഇഷ്യൂ സോൾവ് ആയില്ലേ കിരൺ? മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇതേപോലുള്ള കുറേ ട്രിക്സ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ആരോ ഉപയോഗിച്ചത്. ഓക്കെ, ഇത് കട്ട് ചെയ്യുന്ന എങ്ങനെ എടുത്ത് തിരിച്ച് മുകളിലിട്ട് കൊടുക്കുക. 3ds Maxൽ ഞാൻ പൊതുവെ യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോഡലിംഗ് ചെയ്യുമ്പോൾ ഡോറിൻ്റെയൊക്കെ പിവോട്ട് ഞാൻ എപ്പോഴും ഒരു ആ ഹിഞ്ചിൻ്റെ രീതിയിൽ തന്നെയാണ് വെക്കാറ്. നല്ലതാണ്, ഏറ്റവും നല്ലതാണ്, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ വെക്കുന്നത്. വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല, മനസ്സിലായോ? നമുക്കൊരു കൺസേണേ അല്ല. നമ്മൾ ഒരു റൂം, ഒരു ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഒരു വില്ലയുടെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു 10 ഡോറുണ്ട്, 10 ഡോറ് മാത്രമേ എനിക്ക് ഓപ്പൺ ചെയ്യേണ്ടുന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന ഡോർ 1, ഡോർ 2, ഡോർ 3 മാത്രമല്ലേ നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് കൊടുക്കേണ്ടതല്ലേ? അതെ, നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമ്മളതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, അതിനകത്ത് കിടക്കുന്ന മെഷ് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരേ മൂവ്മെന്റ് ഉള്ള 10 ഡോർ ഉണ്ടെങ്കിൽ ഒരു ഡോറിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെറ്റീരിയൽ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഡോർ 1 വിൽ റീപ്ലേസ് വിത്ത് ഡോർ 2, പിന്നെ ഡോർ 3. അതെ അതെ അതെ, കത്തി വരുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസ് കേസ് എന്തായിരുന്നു? സ്റ്റാറ്റിക് മെഷീൻ എടുത്തിട്ട് ആരോയുടെ അകത്തല്ലേ? ഓക്കെ, ഡൺ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രിപ്റ്റ് ചെയ്ത് തുടങ്ങാം. സോ നമുക്ക് വ്യൂ പോർട്ടിൻ്റെ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ഈവന്റ് ഗ്രാഫിലേക്ക് വന്നു. നമുക്കറിയാം നമ്മൾ ആകെ പഠിച്ചത് ഇവന്റ് ബിഗിൻ പ്ലേ ആണ്. നമുക്ക് ഇവന്റ് ബൈ ബിഗിൻ പ്ലേ വെച്ച് തന്നെ നമുക്ക് തുടങ്ങിയാലോ? ഇവന്റ് ബിഗിൻ പ്ലേ ചേട്ടനെ ഇങ്ങനെ എടുത്ത് വെളിയിൽ. ഓക്കെ, പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലാതെ ആളെടുത്ത് തന്നെ ഡോർ തുറക്കുമെന്നല്ല. അപ്പോൾ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ വെൻ, ഇനി വോട്ട് എന്താണ്? കിരൺ, വോട്ട് ഓപ്പൺ ആണോ? വോട്ട് നമ്മുടെ ഡേറ്റ അല്ലേ? എന്താ ഡേറ്റ? ഡോർ അല്ലേ ഡേറ്റ? പെന്ന്, വോട്ട്, ഹൗ. ഓക്കെ, അപ്പം ഡേറ്റ ഡോറാണ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? നടക്കേണ്ടത്. അതെ, നമുക്ക് ഈ മെഷാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ഈ മെഷല്ലേ റൊട്ടേറ്റ് ചെയ്യേണ്ടത്? അപ്പൊ അതിന്റെ കൂടെ ഈ മെഷീൻ റൊട്ടേറ്റ് ആവത്തില്ലേ? അപ്പൊ നമുക്ക് ഡേറ്റ ആയിട്ട് ആരെ വിളിച്ചാൽ മതി? സത്യം പറഞ്ഞാൽ ആരോ വിളിച്ചാൽ മതി. ഓക്കെ, ഇത് ഒരു ഉഡായിപ്പ് ടെക്നിക്ക് ആയതുകൊണ്ടാണ് ആരോ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇത് വിളിക്കാം. ആരോ ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇത് വിളിക്കാം. ഇപ്പം ആരോ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് വിളിച്ചാൽ മതി. അപ്പോൾ ആരോയെ ആരെങ്കിലും പ്ലേ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ആരോയിൽ നിന്ന് ഞാൻ കണക്ഷൻ ഇങ്ങോട്ട് എടുത്തിട്ട് സെറ്റ് റൊട്ടേഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 സാധനങ്ങൾ വരും. സെറ്റ് വേൾഡ് റൊട്ടേഷനും സെറ്റ് റിലേറ്റീവ് റൊട്ടേഷനും. ഓക്കെ, നമുക്ക് വേണ്ടത് റിലേറ്റീവ് റൊട്ടേഷനാണ്. ഈ കേസിൽ റിലേറ്റീവ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ വേൾഡിൽ ഡിപ്പെൻഡഡ് അല്ലാതെ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വേൾഡിന് ഒരു റൊട്ടേഷൻ ആക്സിസ് ഉണ്ടല്ലേ, ഒബ്ജക്റ്റിന് ഒരു ആക്സിസ് ഉണ്ടല്ലേ അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ആക്സിസ് വേൾഡിൻ്റെ ആക്സിസിന് റിലേറ്റീവ് ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടത്, അതോ വേൾഡിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ റിലേറ്റീവ് ആണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഡോറിനെ ഇങ്ങനെ തിരിച്ചു വെച്ചാലും പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? ഇത് രണ്ടും സെയിം ആണോ നിർബന്ധമില്ല. ഇതിന് റിലേറ്റീവായിട്ട് ഞാൻ ആനിമേഷൻ ഇങ്ങനെ തുറക്കുന്നതാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഡോർ ഞാൻ ഇങ്ങനെ തിരിച്ചു വെച്ചാലും ഡോർ ഇങ്ങനെ തന്നെ തുറക്കും ആക്സിസിലേക്ക്. പക്ഷേ ഞാൻ വേൾഡ് ആണ് ചൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡോർ ബാക്കിലേക്ക് തുറക്കുന്ന ഈ ആക്സിസിലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം വേൾഡിൻ്റെ ഏതാ എക്സില് ബാക്കിലേക്കാണ്. അപ്പം ഞാൻ ചിലപ്പം ഡോറിനെ ഈ സീനിൽ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ആക്സിസ് മിസ്റ്റേക്കായി എന്ന് വിചാരിക്കുക. അപ്പം പിന്നെ ഡോർ ചിലപ്പം ഇങ്ങോട്ട് തന്നെ തിരിയണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും തിരിയുക, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും തിരിയുക. അപ്പം അതുകൊണ്ട് നമുക്ക് റിലേറ്റീവായിട്ടാണ് ഈ സിറ്റുവേഷനിൽ ഡോർ തുറക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് സെറ്റ് റൊട്ടേഷനിലെ റിലേറ്റീവ് വിളിക്കുന്നത്. ഇനി സെറ്റ് എന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ? എന്താ? ഫംഗ്ഷൻ ആയതുകൊണ്ടാണോ? അതല്ല, നമ്മൾ ഗെറ്റും സെറ്റും പഠിച്ചില്ലേ? സെറ്റ് ചെയ്യുന്ന എന്താ? ഓവർ റൈഡ് ചെയ്യുവാണ്. മനസ്സിലായോ? ഓൾറെഡി ആരോയിൽ ഒരു റൊട്ടേഷൻ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടേ? ഓൾറെഡി ഉള്ള മെമ്മറി ഓവർ റൈഡ് ചെയ്യണം അല്ലേ? ഓൾറെഡി മെമ്മറി എന്താ ആരോയിലെ? 000 ആണ്. മനസ്സിലായോ? ആ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്യുന്നു. എന്തായിട്ടാ സെറ്റ് ചെയ്യണ്ടേ? നമ്മൾ ആരോ കറക്കി നോക്കണം. ഓക്കെ, സിയില് മൈനസ് ആണ് അല്ലേ? അപ്പം XYZ -90 കമ്പൈൽ. ആരെങ്കിലും പ്ലേ അടിച്ചു കഴിഞ്ഞാൽ
ഡോറിനെ അല്ല, ഡോറിന്റെ ആരോയെ -90 റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. നോക്കാം, തിരിഞ്ഞില്ലേ? അത് സ്റ്റെപ്പ് ഒരു റൊട്ടേഷൻ. യെസ്, കാരണം നമ്മൾ ആനിമേഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പം ലോജിക്കാണ് റൺ ചെയ്യുന്നത്. എന്ത്? ആദ്യം 0-ൽ ഇരുന്നു, പെട്ടെന്ന് -90 ആയി. നമ്മളിനി ആനിമേഷനിലേക്ക് മാറ്റണം. അതിനെന്തിന്? 0-ൽ നിന്നും ഒരു ആക്സിലറേഷനും ഡി ആക്സിലറേഷനും, അഥവാ 0, -1, -2, -3, -4 അങ്ങനെ റൺ ചെയ്ത് -90 എത്തുക. അല്ലാതെ 0-ൽ നിന്നും പെട്ടെന്ന് -90 പോകരുത്. അവിടെ കുറച്ചുകൂടെ ലോജിക്കുകൾ വരും. അപ്പൊ ഇവിടെ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കാം. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ? പ്ലേ അടിച്ചാലാണോ ഡോർ തുറക്കണ്ടേ? യെസ്. അപ്പം ഇനിയിപ്പോ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഇന്ററാക്ഷൻ വേണം. ആര് തമ്മിൽ? ഡോറും കളിക്കാൻ വരുന്ന പ്ലെയറും തമ്മിൽ ആണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കൊളിഷൻ വോളിയം ആണ്. ഇവിടെ നിന്ന് ബോക്സ് കൊളിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കൊളിഷൻ വരും. ഓക്കെ, കൊളിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ തട്ടി എന്ന് മനസ്സിലാക്കുന്നതാണ്. യെസ്, ഒരു വോളിയം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ വലുതാക്കി എനിക്ക് വേണ്ട അത്യാവശ്യം സ്കെയിലിലേക്ക് വെച്ചു. ഇനി ബോക്സ് കൊളിഷൻ ഡോർ തുറക്കുമ്പോൾ അതിൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എടുത്ത് എന്ത് ചെയ്യണം? ചൈൽഡ് ആക്കണം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതവിടെ ഇരുന്നാൽ മതി. നമ്മൾ ഉദ്ദേശം എന്താ? ഇനി ഇവന്റ് ഗ്രാഫില് ഇത് ബേസ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പം ഞാൻ പറയുവാണ്, ആരെങ്കിലും ഈ ബോക്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ആഡ് ഈവന്റ്, അകത്ത് കയറി കഴിഞ്ഞാൽ ആഡ് ഓൺ കോമ്പോണന്റ് ബിഗിൻ ഓവർലാപ്പ്. അതേപോലെ തന്നെ ആരെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് അകത്ത് കയറിയാൽ ഓൺ കോമ്പോണന്റ് ബിഗിൻ ഓവർലാപ്പ്. ഇവിടെ ഒരു ഈവന്റ് വന്നു, ഞാൻ അതിനെടുത്തു മോഡിലേക്ക് കൊണ്ടുവന്നു, വെച്ചു. അപ്പം അതിൽ നിന്ന് ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്, നമുക്ക് മനസ്സിലായി അതാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ചെന്ന് തട്ടുന്ന ആളെയും കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്ഡ് കോമ്പോണന്റ് കണ്ടോ, ആരാണ് ഓവർലാപ്പ് ചെയ്തത്. ഇനി ഓവർലാപ്പ് ചെയ്ത ഒരു ആക്ടർ ആണെങ്കിൽ ആ ആക്ടർ, ഇതേപോലെ ഡേറ്റാസ് നമുക്ക് ഇതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇപ്പം നമുക്ക് ഇവിടെ ഇത് യൂസ്ഫുൾ അല്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ഈവന്റ് മാത്രമാണ്. കമ്പൈൽ. അതേപോലെ പുറത്തിറങ്ങിയാൽ വേണ്ടേ? ഓക്കെ, ബോക്സ് ആഡ് ഈവന്റ് എൻഡ് ഓവർലാപ്പ്. അപ്പൊ പുറത്തിറങ്ങി എന്ത് സംഭവിക്കേണ്ട? ക്ലോസ് ആവണം. എങ്ങനെയാ അപ്പൊ കൊടുക്കുക? ബാക്ക് ടു 0. യെസ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. കിരണിന്റെ ലോജിക്കിൽ പറ, നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യും? നമ്മള് ഓൾറെഡി അതിൽ -90 കൊടുത്തിട്ടില്ല, അത് 0 ആണ്. വേണ്ട, ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കമ്പൈൽ അടിച്ച് കഴിഞ്ഞാൽ ഒരു എറർ വരും. എന്താ പറയുന്ന എറർ? ടാർഗറ്റ് മസ്റ്റ് ഹാവ് എ കണക്ഷൻ. അതെ, അപ്പം -90 അല്ല 0 ആകണം. പക്ഷെ എന്താ ആകണ്ടേ? ടാർഗറ്റ്. യെസ്, ആരോ. കമ്പൈൽ, സേവ്, പ്ലേ. തുറന്നു അടഞ്ഞു, തുറന്നു അടഞ്ഞു. ഓക്കെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഗെയിം ഫങ്ഷണാലിറ്റീസ് കാണില്ല. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ കളിക്കാൻ വരുന്നത് ആരായിരിക്കും? ഒരു ഡ്രോൺ ടൈപ്പുള്ള ഫോണായിരിക്കും, അല്ലാതെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഒരു കാര്യം കൂടെ എൻഷുർ ചെയ്യണം, കോണ്ടന്റ് ഡ്രോയിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മുടെ കോണ്ടന്റ് പോയിട്ട്
ആഡില് ഫ്യൂച്ചർ പാക്കിൽ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡോ തേർഡോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിരിക്കണം. അത് ആഡ് ചെയ്താൽ മാത്രം പോരാ, പ്ലേ അടിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവരാണ് കളിക്കാൻ വരുന്നത് നമ്മൾ പറയണം. അതെവിടെയായിരുന്നു, വേൾഡ് സെറ്റിംഗ്സ്. അവിടെയാണ് നമ്മൾ ഗെയിം പ്ലേ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഏത് ലെവലിൽ ഏതാൾ കളിക്കണം അല്ലെങ്കിൽ ഏത് ഗെയിം പ്ലേ കണ്ടക്ട് ചെയ്യണം എന്നുള്ള സെറ്റിംഗ്സ് വേൾഡ് സെറ്റിംഗ്സിലാണ് കൊടുക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഗെയിം മോഡ് ഓവർറൈഡ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ കളിക്കാൻ വരുന്ന പ്ലെയറിനെ ഓവർറൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുവന്ന ഏതാണോ, ഫസ്റ്റ് പേഴ്സൺ ആണോ, ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് ആണോ, തേർഡ് ആണോ, അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്ലേ അടിച്ചാൽ മാത്രമേ അവർ സ്പോൺ ആവത്തുള്ളൂ. ഇതിന് പകരം തേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ. അപ്പം ആർക്കിടെക്ചറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കോണ്ടന്റ് ഡ്രോവറിൽ പോയിട്ട് ചെയ്യാമല്ലോ. ഇത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ കാള ഇറക്കുന്ന പരിപാടി അഥവാ ഗെയിം പ്ലേയില് ക്യാരക്ടർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് മറ്റേ സാധനം ഉപയോഗിക്കണം. അത് എന്തുകൊണ്ടാണ് മെയിൻലി ഉപയോഗിക്കേണ്ടതെന്ന് വരുന്നത് എന്താണെന്ന് മനസ്സിലായത്. നമ്മുടെ ഡ്രോണില്ലേ, ഡ്രോണിനകത്ത് കൊളിഷന് വേണ്ടിയിട്ട് ഒരു മെഷ് ഒന്നും ഇല്ല ഡിഫോൾട്ടായിട്ട്, മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റത്തില്ല, തട്ടത്തില്ല ചെന്ന്. ഇവിടെ തട്ട എന്തെങ്കിലും ഒരു ബോഡി വേണ്ടേ, ഒരു സർഫസ് വേണ്ടേ. ഡ്രോണിനകത്ത് വെറും ക്യാമറയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ആർക്കിവിസ് ആണ്. ഇതാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഓപ്പൺ ആക്കി കാണിക്കാം. player controllers. സ്പെക്ടേറ്റർ അത് ഇതിനകത്ത് പോയി ഡിലീറ്റ് ആയി പോയി. ഓക്കെ, അപ്പോൾ അതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്യാമറ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ പോലെയല്ല. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്ന് BP ഫസ്റ്റ് പേഴ്സൺ എടുത്തെന്ന് വെച്ചോ, ഇത് ഞാൻ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്ക്, ക്യാമറയുടെ കൂടെ രണ്ട് കൈയില്ലേ, കണ്ടോ? അപ്പോൾ കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട് തട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? സർഫസ് ഉണ്ട് കൊളൈഡ് ചെയ്യാൻ. പക്ഷെ നമ്മുടെ ഇതേപോലെ അല്ല നമ്മുടെ ആർക്കിവിസ് ടെംപ്ലേറ്റിലുള്ള, അതിൽ ക്യാമറ മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു എക്സ്ട്രാ സാധനം ഇട്ടിട്ട് ട്രിഗർ ചെയ്യാൻ. ഓക്കെ, ഇന്ന് ഇത്രയും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അടുത്തേല്? ഇല്ല, നമ്മൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. റെക്കോർഡിംഗ് ഇല്ലേ? ക്ലാസ് റെക്കോർഡിംഗ് ആണല്ലോ. നമ്മൾ ഇതുവരെയാണോ അജ്മലൊന്നും കഴിഞ്ഞത്? സൺഡേ സ്റ്റാർട്ട് ചെയ്തല്ലോ ക്ലാസ്. നെക്സ്റ്റ് ഞാൻ ക്ലാസ് ഇടാൻ നിങ്ങൾക്ക് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കണ്ടിന്യൂ ചെയ്യാം. അതിൽ ഇനി എടുക്കാനുള്ളത് ആനിമേഷൻസ് ഡ്രോപ്പ് ആയി പോയി, നമ്മൾ എടുക്കാൻ മറന്നുപോയി. അപ്പം ആനിമേഷൻസ് എടുക്കണം, സിനിമാറ്റിക്സ് എടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം. സ്ക്രീൻഷോട്ട് എന്തോ പറഞ്ഞായിരുന്നല്ലോ, അത് തന്നെ സിനിമാറ്റിക്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ വീണ്ടും തുടങ്ങാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ബ്ലൂ പ്രിന്റ്സ് തിരിച്ചു വരാം. ഓക്കെ,